അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ഇവിടെ റവൈസിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു എന്താണ് അവരുടെ ഒരു പെരുമാറ്റവും അവരുടെ ഒരു ബിഹേവിയറും ഒക്കെ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ഇത് ട്രെയിൻ ചെയ്യുന്നത്? ഇത് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സാണ്. നമ്മൾ ഇവിടുന്ന് വരുന്ന ഓരോ ആൾക്കാരും ടെസ്റ്റാണ്. അവരെ നല്ലത് ട്രീറ്റ് ചെയ്യണം. അതാണ് അത്യാവശ്യം. അതിൽ മാത്രമേ മാറ്റം ഉണ്ടാകുള്ളൂ. ഒരു ഇന്ത്യ നന്നാകണമെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നന്നായിരിക്കണം. ആറ്റോട്ട് അങ്ങനെയാണ്. ഒരു വീട് നന്നാകണമെങ്കിൽ അച്ഛൻ നന്നായാൽ മക്കൾ നന്നാകും. അങ്ങനെയാണ് വേണ്ടത്. അപ്പം നമ്മളൊരു മോഡലാകണമെങ്കിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. സാറിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എത്രമാത്രമുണ്ട് സാറിൻ്റെ ഈ ബിസിനസ് വെഞ്ചേഴ്സിലൊക്കെ? ഇൻവോൾവ്മെൻറ്റ് എത്രമാത്രമാണ്? ഇപ്പോൾ എൻ്റെ പേരൻസ് ആരുമില്ല. അപ്പം ഞാൻ മാത്രമാണ്. എൻ്റെ വൈഫ് എൻ്റെ വീട്ടുകാര്യങ്ങൾ നോക്കും. എനിക്ക് സ്കൂളുണ്ട്. ആ സ്കൂളിലാരും വൈഫാണ് നോക്കുന്നത്. പിന്നെ എനിക്ക് എല്ലാ സപ്പോർട്ടും വൈഫിന് കിട്ടാറുണ്ട്. കുട്ടികളോട് ഇതിനെക്കുറിച്ച് ബിസിനസ്സിനെക്കുറിച്ചും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെക്കുറിച്ചും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം മകന് അതിനെപ്പറ്റി നല്ല ഇതുണ്ട്. മകളും മെഡിസിൻ കഴിഞ്ഞാൽ എന്നോട് ജോയിൻ ചെയ്യാറുണ്ട്. ഒരു പുതിയ ബിസിനസ് വെഞ്ചർ, സാർ ഒരു ഓൺട്രപ്രനറാണ്, ഒരു പുതിയ ബിസിനസ് വെഞ്ചർ തുടങ്ങുന്ന ഒരു വ്യക്തിയോട് എന്താ ഉപദേശം കൊടുക്കും സാർ, ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രനർ എന്ന നിലയ്ക്ക്? ബിസിനസ് വെഞ്ചർ ഏത് ബിസിനസ് നമ്മൾ തുടങ്ങുന്നു അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിക്കുക. ട്രസ്റ്റാണ് ഏത് ബിസിനസ്സിൻ്റെ മെയിൻ. ട്രസ്റ്റാണ്, പിന്നെ ഹാർഡ് വർക്ക്, പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം. ഇത്ര ഉണ്ടായാൽ ഏത് ബിസിനസ്സും നന്നാകും. സാറിനൊരു റോൾ മോഡലോ അല്ലെങ്കിൽ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തൊരു പേഴ്സൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനറ്റ് ഉത്തരവുണ്ടോ? എൻ്റെ റോൾ മോഡൽ ഞാൻ മാത്രമാണ്. വേറെ മറ്റാരുമില്ല. പിന്നെ ഞാൻ ഒരു ഈശ്വര വിശ്വാസമാണ്. എൻ്റെ എല്ലാത്തിനും സഹായിക്കുന്ന ഈശ്വരനാണ്. അതുകൊണ്ടാണ് വിശ്വാസം. ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തനാണ്. ഇപ്പോൾ എൻ്റെ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അനുവാദം തുടങ്ങും. അതാണ് എൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അത് ഏതെങ്കിലും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഞാൻ ആദ്യം ഗൾഫിലേക്ക് പോയതൊരു ടേണിംഗ് പോയിൻ്റാണ്. അതാണ് മെയിൻ കാരണം. പിന്നെ എൻ്റെ മെയിൻ കാരണം ഞാൻ ഇത്രയും വിശ്വസ്തമെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എന്ത് പറയാനും അത് കീപ്പ് ചെയ്യും. പ്രോമിസ്, അതാണ് മെയിൻ. അതുകൊണ്ട് മാത്രം ആ ക്രെഡിബിലിറ്റി കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നന്നാകാൻ കാരണം. നമ്മൾ ഏത് പ്രോജക്റ്റ് എടുത്താലും ആ സമയത്തിന് മുമ്പ് തീർത്തിരിക്കണം. പിന്നെ ഏതൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്താലും ആ കോൺട്രാക്റ്റ് അതനുസരിച്ച് ചെയ്തിരിക്കണം. അപ്പോൾ ആ ക്രെഡിബിലിറ്റി ഉണ്ടായാലും ഇഷ്ടം പോലെ ബിസിനസ് ഉണ്ടാകും. ഒരിക്കലും ഒരാളെ ബ്ലഫ് ചെയ്യാൻ പാടില്ല, ചീറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് വേണ്ടത്. ഈ ബിസിനസ്സിൽ എത്രത്തോളം നമ്മൾ ബിസിനസ്സുകാർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ പഴയ ഒരു ചിന്തയുണ്ട്, അവർ കള്ളം പറയുന്നവരായിരിക്കും അല്ലെങ്കിൽ അത് കേരളത്തിൽ മാത്രമല്ല. ഇപ്പോൾ വെളിയിലാണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാ നാഷണാലിറ്റീസും പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കാണ്. ഒരിക്കലും ഇപ്പം ഒരു അപ്പോയിൻമെൻറ്റ് 10 മണി കഴിഞ്ഞാൽ 10 മണിക്ക് നമ്മൾ എത്തിയിരിക്കണം. 9:55. ഇപ്പം 5 മാസം കഴിഞ്ഞൊരു മീറ്റിംഗ് ആണെങ്കിലും ഇപ്പം ലണ്ടനിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലാണെങ്കിലും ആ ദിവസത്തെ അവർ കാത്തിരിക്കുക, നമ്മളൊന്ന് ചെന്നിരിക്കണം. ഒരുപാട് ഓൺട്രപ്രനേഴ്സ് പല പല പുതിയ ബിസിനസ്സുകൾ തുടങ്ങി ഫെയിൽ ചെയ്യുന്നു. അതെ. സാറിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സാറിൻ്റെ ഏതെങ്കിലും ഒരു ആദ്യത്തെ ബിസിനസ് ഞാൻ ഫെയിലായി. കേരളത്തിൽ ബിസിനസ് ഫെയിലായി. പിന്നെ അതിനുശേഷം ഫെയിലായിട്ടില്ല. ഒരു പാഠം പഠിച്ചു. അതിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? നമ്മൾ തന്നെ വിശ്വസിക്കുക, ആര് പറയുന്നതും കേൾക്കരുത്, എന്നിട്ട് ചെയ്യുക. അതിന് സ്റ്റോറി ഉണ്ട്. ബിസിനസ്സിലുള്ള അച്ഛനെ പോലും വിശ്വസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. മകൻ അച്ഛനോട് പറഞ്ഞൊരു ബിസിനസ് തുടങ്ങണം. അച്ഛൻ പറഞ്ഞ് നീ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇല്ല അച്ഛൻ ഇല്ലയെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വീടിൻ്റെ മുകളിൽ കയറാൻ പറഞ്ഞു. മുകളിൽ കയറിയിട്ട് പറഞ്ഞു ചാടാൻ പറഞ്ഞു. ചാടി. ഇപ്പം അച്ഛൻ മോൻ പറഞ്ഞിട്ടുണ്ടാ എന്നെ കാലൊടിഞ്ഞു പോയല്ലോ. അതാ പറഞ്ഞ് ആരും വിശ്വസിക്കാൻ പാടില്ല. അതാണ് ബിസിനസ്സിൽ ആരും വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക. വളരെ തിരക്കുള്ളൊരു പ്രൊഫഷണൽ ലൈഫുണ്ട് സാറിന്, അതുപോലെ തന്നെ ഒരു ഫാമിലി ലൈഫും ഉണ്ട്. ഇത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു? അത് വൈഫിനെ മനസ്സിലാക്കണം നമ്മൾ എന്തിനാണ്. അപ്പോൾ നമ്മളൊന്നും വിളിക്കേണ്ട കാര്യമില്ല. വൈഫിനറിയാം നമ്മൾ എന്തിനാണ് പോകുന്നത്. ഇത് ഫാമിലി ലൈഫിന് വിശ്വാസമാണ്. ഹസ്ബൻഡും വൈഫും തന്നെ വിശ്വസിക്കണം. അപ്പോൾ വൈഫിനറിയാം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടിന് വേണ്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് വൈഫ് അഡ്ജസ്റ്റ് ചെയ്യും, ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ പോവുള്ളൂ. അപ്പം രണ്ടിടത്തും വിശ്വസ്ത വേണം. ഫാമിലിയിലും വിശ്വസ്ത വേണം, ബിസിനസ്സിനും വിശ്വസ്ത വേണം. എങ്കിൽ ഒരിക്കലും പരാജയം ഉണ്ടാകില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സാർ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണല്ലോ. ഫാമിലി എവിടെയാണ്? ആക്ച്വലി സ്റ്റേഷൻ്റെ എവിടെയാണ്? എൻ്റെ വൈഫ് ഇപ്പോൾ ബഹ്റിനിലാണ്. എൻ്റെ മക്കൾ ജനിച്ചത് സൗദി അറേബ്യയിലാണ്. ഓക്കെ. വൈഫാണ് മക്കളെ മൊത്തം ടേക്ക് കെയർ ചെയ്യുന്നത്. ഞാനിപ്പം യാത്രയായുണ്ട്. പക്ഷെ എന്നാലും കഴിയുന്നത്ര ടൈം ഫാമിലിയായിട്ട് ചിലവഴിക്കാൻ ശ്രമിക്കാറുണ്ട്. സാറിൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? കഴിയുന്നത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുക. അതാണ് ഡ്രീം. ആൾക്കാർക്ക് നാട്ടിൽ സന്തോഷം ഉണ്ടാകുക. അതാണ്.
നമുക്കൊരു ചെറിയൊരു റാപ്പിഡ് ഫയർ റൗണ്ട് ഉണ്ട്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം എന്തായാലും ചോദിക്കണം, സാറിൻ്റെ പത്മശ്രീ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ചോദിക്കണം. എനിക്ക് പത്മശ്രീക്ക് മുമ്പ് ഇന്ദുരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്, മുൻ പ്രൈം മിനിസ്റ്റർ ഗുലാനന്ദിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പ്രവാസി ഫല സമ്മാനം കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റിൽ നിന്ന്. അത് കഴിഞ്ഞാണ് പത്മശ്രീ അവാർഡ് കിട്ടിയത്. നെക്സ്റ്റ് അമേരിക്കയിൽ നിന്ന് ധാരാളം അവാർഡ് കിട്ടിയിട്ടുണ്ട്, ജപ്പാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, കൊറിയയിൽ നിന്ന് എല്ലാ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ അവാർഡ് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു അവാർഡാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന. അപ്പോൾ 1.2 ബില്യൺ ആൾക്കാരിൽ നിന്ന് ഒരു വർഷം 110 ആൾക്കാരെയാണ് അവാർഡ് കിട്ടുന്നത്. എന്നിട്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. ഈ അവാർഡ് കൊണ്ട് നമ്മൾ ഇന്ത്യയിലൊരു മാതൃകപുരുഷനാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതെനിക്ക് പ്രവർത്തിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാറുണ്ട്. സാർ ട്രസ്റ്റിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. അതെ, ബിസിനസ്സിൽ ട്രസ്റ്റ് വേണം എന്നൊക്കെയുള്ളത്. ഇത് നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഒരാളെ ട്രസ്റ്റ് ചെയ്യാമോ അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് കാരണത്തില്ല. അപ്പോൾ എന്നെ പറ്റി എനിക്കൊരു ബിസിനസ് ജപ്പാനിൽ നിന്ന് കിട്ടാൻ വേണ്ടി അവർ 2 വർഷം എന്നെപ്പറ്റി കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷമാണ് ബിസിനസ് തുടങ്ങുന്നത്. സ്മാൾ വേർഡ് അതിനെപ്പറ്റി എല്ലാം ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എന്നെപ്പറ്റി ലോകത്ത് എനിക്ക് ഇന്ത്യക്കാട്ടിൽ വില എനിക്ക് വില വെളിയിലാണ്. അപ്പോൾ ജപ്പാൻ, കൊറിയ, യൂറോപ്പിലൊക്കെ ചെന്നാൽ എൻ്റെ വില അവർക്കറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് നമ്മളെപ്പറ്റി പഠിക്കും എങ്ങനെയാണ്, പഠിച്ചതിന് ശേഷം മാത്രമാണ്. ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് കമ്പനിയായിട്ട് ചോദിച്ചാൽ നമ്മളെപ്പറ്റി എല്ലാം അറിയാൻ പറ്റും. അങ്ങനെയാണ് ട്രസ്റ്റ് ഉണ്ടാകുന്നത്. പത്മശ്രീയെക്കുറിച്ച് പറഞ്ഞു സാറ്. അപ്പോൾ നമ്മൾ പല സിനിമകളിൽ തന്നെ കാണാം കളിയാക്കിയത് പത്മശ്രീ കിട്ടാൻ വേണ്ടി പല വിദ്യകളും കാണിക്കുന്നത്. പക്ഷേ ശരിക്കും ഒരു വ്യക്തിക്ക് പത്മശ്രീ കിട്ടണമെങ്കിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളൊരു വ്യക്തിയാകണം. രാഷ്ട്രം അദ്ദേഹത്തിനെ അങ്ങനെ ബഹുമാനിക്കണമെങ്കിൽ. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ്? പത്മശ്രീ ആദ്യം നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന കേരള ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ അപ്രൂവ് ചെയ്യണം. ഇപ്പോൾ ആൾക്കും അങ്ങനെ പത്മശ്രീ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 1.2 ബില്യൺ ആൾക്കാരിൽ മൊത്തത്തിലൊരു വർഷം ഒരു 100-110 ആൾക്കാരായിരിക്കും ഈ പത്മശ്രീ അല്ലെങ്കിൽ പത്മഭൂഷൺ കൊടുക്കുന്നത്. അപ്പോൾ അതിന് മിനിമം അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. അവരുടെ നാട്ടിന് വേണ്ടി എന്ത് ചെയ്തു എന്നെങ്കിലും മാത്രമേ കൊടുക്കുകയുള്ളൂ. അതാണ് ആദ്യം ഫസ്റ്റ് നോക്കുന്നത്, നാട്ടിന് വേണ്ടി. പിന്നെ ആൾക്കാരുടെ പെരുമാറ്റം, ആളുകളുടെ പെരുമാറ്റമുണ്ട്, ഗുഡ് വില്ല്, അവരുടെ ഗുഡ് വില്ല്, നാട്ടിന് വേണ്ടി എന്ത് ചെയ്തു, ഇതാണ് മെയിൻ ഘടകം. ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള സാറിൻ്റെ സങ്കല്പവും സ്വപ്നവും ഒക്കെ എന്താണ്? ലോകത്ത് ഓൾഡ് ഏജ് ആണ് ലോകം മൊത്തം. പക്ഷേ ടീനേജുള്ള ലോകത്തെ ഏക സ്ഥലം ഇന്ത്യയാണ്. ടീനേജിന് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നാട്ടിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഇന്ത്യ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ചൈനയാണ്, ഇപ്പോൾ ഇന്ത്യയാണ്. ഈ ടീനേജ് കൊണ്ട് ഇഷ്ടംപോലെ ഇപ്പം അടുത്ത വർഷമുണ്ട് 40,000 ഇന്ത്യൻസിനെയാണ് യൂറോപ്പിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത്ര ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യക്കാർക്കുണ്ടാകും. ഇന്ത്യയിലേക്ക് ഒരുപാട് ബിസിനസ്സുകൾ ഇന്ത്യയിലേക്ക് വരും. കൂടുതൽ യൂത്ത് ഉണ്ടാകുന്നുണ്ട്. ഏത് ബിസിനസ് തുടങ്ങണം ആദ്യം എൻ്റെ റാ മെറ്റീരിയലും പിന്നെ മാൻ പവറാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് മാൻ പവർ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല വയസ്സ് മാൻ പവർ ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ ബിസിനസ് ഇന്ത്യയിലും അത് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ, നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊടുത്താൽ ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇന്നത്തെ യൂത്തിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ യൂത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യേണ്ട പേരൻസിനോട് എന്താണ് പറയാനുള്ളത്? യൂത്തിൻ്റെ ടൈം വെച്ചാൽ നല്ല രീതിയിൽ എഡ്യൂക്കേഷനാണ് ഏറ്റവും വലിയ ധനം. നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പോൾ എല്ലാ ആൾക്കാരും ടി വി അടിച്ചാൽ ഏറ്റവും കൂടുതൽ ബുക്സ് വായിക്കുക, നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കുക, നല്ല എഡ്യൂക്കേഷൻ എടുക്കുക. ഇതൊന്നും മാത്രമാണ്. പേരൻസാണ് ഈ മക്കളെ നല്ല നിലയ്ക്ക് നയിക്കാൻ അഡ്വൈസ് കൊടുക്കാവുന്നത്. എല്ലാ നല്ല കാര്യങ്ങൾക്കും പേരൻസ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ അവൾ വളർന്നു വരുള്ളൂ. ചെറിയ റാപ്പിഡ് ഫയർ റൗണ്ടാണ്, ക്വിക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, സാറിനെ ഏറ്റവും നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്ക് എന്തായിരിക്കും? എൻ്റെ പേര് രവിപ്പിള്ള എന്നാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? ഈ കപ്പയും മത്തിക്കറിയാണ്. ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള 3 സ്ത്രീകൾ ആരാണ്? ഒന്ന് എൻ്റെ അമ്മയാണ്, പിന്നെ കന്യാകുമാരി ദേവിയാണ്, പിന്നെ എൻ്റെ മോളാണ്. മോള്. അതെ. സാറിൻ്റെ കുറച്ച് ഫേവറേറ്റ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതിനകത്ത് ഫേവറേറ്റ് അറ്റയർ? ലൂയിസ് വിറ്റോൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് എനിക്ക് ഫേവറേറ്റ് ഉള്ളത്. ഓക്കെ. വാച്ചിൽ? റോളക്സ് ആണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. ഫുട്വെയർ? അതാണ് ലൂയിസ് വിറ്റോൺ. പെർഫ്യൂം? അമോച്ച്. ഓട്ടോമൊബൈൽ? മെർസിഡീസ് ബെൻസ് കാറാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ റോൾസ് റോയ്സ് റെഫറൻസാണ്. സാറിൻ്റെ ഫേവറേറ്റ് ഫെസ്റ്റിവൽ ഏതാണ്? നമ്മുടെ എല്ലാം ഓണമല്ലേ. ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ എന്താണ്? എല്ലാ രാജ്യങ്ങളും ഇഷ്ടമാണ്, പക്ഷേ ഏറ്റവും ഫേവറേറ്റ് സിംഗപ്പൂരാണ്. ഇനി സാറിൻ്റെ വൈഫിൻ്റെ കുറച്ച് ഫേവറേറ്റ്സ് ആണ് ചോദിക്കാൻ പോകുന്നത്. സാറിൻ്റെ വൈഫിൻ്റെ ഫേവറേറ്റ് ഫുഡ്? വെജിറ്റേറിയൻ ആണ് ഫുള്ളും. അതെയോ? അതെ.
ഫേവറേറ്റ് പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ? ഗുരുവായൂരാണ്. ഗുരുവായൂരാണ്. ഫേവറേറ്റ് ഹോബി? വൈഫ് കൂടുതൽ റീഡ് ചെയ്യുന്നതാണ്. റീഡും കമ്പ്യൂട്ടറും ഇൻഫർമേഷൻ. ശരി. സാറിൻ്റെ ബർത്ത്ഡേ? ബർത്ത്ഡേ സെപ്റ്റംബറിലാണ്, സെപ്റ്റംബർ 2. ഓ, സെപ്റ്റംബർ 2. ഓക്കെ. അത് എന്നും തിരുപ്പതി വെച്ച് ആഘോഷിക്കാറുള്ളത്. തിരുപ്പതി അമ്പലത്തിൽ എല്ലാ വർഷവും കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇവിടെ. ഇതിന്റെ ഒരു ഇതൊരു എന്താണ് എൻ്റെ പ്രത്യേകത? കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയല്ലേ വെള്ളം. അതെ, ഇതും ഈ കേരളത്തിന് മാത്രമാണ്. അത് മറ്റു വെളിയിൽ വരുന്നവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. അതിനുവേണ്ടി മാത്രമാണ്. എന്താണ് ഒറിജിനൽ കാണിക്കാൻ. ഇതിൽ എൻ്റെ പൗഡർ മാത്രമേ പുറത്ത് ആൾക്കാർ കാണാറുള്ളൂ. മല്ലിപ്പൊടി, ഇത് പേപ്പറെല്ലാം കണ്ടിട്ടുള്ളൂ. ഇത് എന്താണ് പേപ്പർ അച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. വളരെ ഭംഗിയായിരിക്കും വന്ന് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സിമ്പിൾ. അതുപോലെ തന്നെ സാറ് വളരെ ബിസി ഷെഡ്യൂളാണെന്ന് അറിയാം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കണ്ടെത്തിയതിൽ വളരെയധികം സന്തോഷം. ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു വെരി സ്മോൾ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പം 2 രീതിയിൽ നമുക്ക് ജോലി ചെയ്യാം. ജസ്റ്റ് ഒരു തൊഴിലാളിയായിട്ട് ജോയിൻ ചെയ്യാം. 2, തൊഴിലാളിയാണെങ്കിലും നമ്മളുടെ കോൺട്രിബ്യൂഷൻ അവിടെ വേണമെന്ന് നിർബന്ധം പിടിക്കും. ഞാൻ ഡോക്ടറായതൊരിക്കലും ഈ സാമൂഹ്യ സേവനം ചെയ്യാനാണ് എന്നൊരാൾ ഉറക്കെ പറഞ്ഞാൽ അതിൽ കപടമായൊരു സത്യം ബാക്കിലുണ്ടെന്ന് ഞാൻ പറയും. സത്യത്തിൽ ഒരാൾ ഡോക്ടറാവുന്ന എന്തിനാണ്? സുഖമായി ജീവിക്കാൻ വേണ്ടി. 17 വയസ്സ് 18 വയസ്സത്തിൽ കാലഘട്ടങ്ങളിൽ നമ്മൾ വിചാരിക്കും അവിടെ ഇരിക്കുന്ന ക്ലാസ്സിലെ പെങ്കൊച്ചുങ്ങളെല്ലാവരും നമ്മളെ പ്രേമിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. ആക്ച്വലി സ്പീക്കിംഗ് അവർക്ക് നമ്മളുടെ അടുത്ത് യാതൊരു വികാരവും ഇല്ല.